Evening, friends. My name is Dr. Anand. I'm a pediatrician working in Kakarad in Kochi. For the last 2 years, I have been doing photography, serious photography. ആദ്യം മെയിൻലി സ്റ്റേജ് ഫോട്ടോഗ്രാഫി ആയിരുന്നു, കഥകളി, ഡാൻസ് ഒക്കെ, പിന്നെ കുറച്ച് നേച്ചർ ഫോട്ടോഗ്രാഫി. ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് ഒരു 8-9 months ഐ ബീൻ ഡൂയിങ് മെയിൻലി ബേർഡ് ഫോട്ടോഗ്രാഫി താങ്ക്സ് ടു കോവിഡ്. ആദ്യത്തെ ക്യാമറ നിക്കോൺ D5600, ലാസ്റ്റ് ഒരു 9-10 months ആയിട്ട് D500. I should thank Crazy Photographs Club for this unique idea. ഇതൊരു യുണീക്ക് പ്ലാറ്റ്ഫോം. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഈ റെക്കോർഡിംഗ് ഒക്കെ, ബട്ട് ഐ തിങ്ക് താങ്ക്സ് ടു മെനി പീപ്പിൾ കുറച്ചൊക്കെ I was able to do the recording. Today I will be showing the images mainly two parts. ഒന്ന് art and culture of India, followed by common birds of Kerala. So ഇത് ആദ്യത്തെ first picture is Kathakali face. I've always been fascinated by Kathakali. അതിൻ്റെ ഫേഷ്യൽ പെയിൻറ്റിങ്ങും അതിൻ്റെ സ്റ്റേജ് ആക്ഷൻസൊക്കെ കുറച്ച് ഫാസിനേഷൻ ആയിരുന്നു. ഇത് ആഫ്റ്റർ ഗെറ്റിംഗ് പെർമിഷൻ ഫ്രം ദി ആർട്ടിസ്റ്റ് ഐ ടുക്ക് ദിസ് പിക്ചർ. ദിസ് പിക്ചർ ഷോസ് ഹൗ ഇൻട്രിക്കേറ്റ് ആയിട്ട് അവർ ഫേസ് പെയിൻറ്റിങ് അപ്ലൈ ചെയ്യണത്. ഇത് സ്പോട്ട് മീറ്ററിങ് ചെയ്ത് 50mm പ്രൈം ലെൻസ് യൂസ് ചെയ്ത്. ലെറ്റ് ദെയർ ബി ലൈറ്റ്. Moving on to the next one, this is Nangyakuthu. This is also a art from Kerala. It has a history of more than 1500 years, mainly played in Sanskrit. The main picture in the elegance, the makeup and the jewelry is very fascinating. So ഇതൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസ് എല്ലാം ചങ്ങമ്പുഴ പാർക്കും ഫൈൻ ആർട്സ് ഹാളിലാണ് എടുത്ത ഫോട്ടോസ്. What I liked in this picture is that facial expression which has come out very well, the glance and the look of the artist. Usually I do matrix metering. ഇതെല്ലാം ചെയ്ത് നിക്കോൺ D5600. Next two slides are from Mohiniyattam. Mohiniyattam is ഇവിടുത്തെ കേരളത്തെ ട്രഡീഷണൽ ഡാൻസ് ആണ്. It's very graceful. The advantage of Mohiniyattam എന്ന് പറഞ്ഞാൽ അത് you get lot of time to take your photos. നല്ല ഫ്രെയിം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈ സ്റ്റേജ് ഫോട്ടോഗ്രാഫിയുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ്, the source of the light, the look of the artist, and നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ we should take a proper position for photography. Sometimes നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം നല്ലൊരു ഫോട്ടോ കിട്ടാൻ, ബട്ട് ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നല്ല വെരി ഗ്രേസ്ഫുൾ ആണ്, ബട്ട് ഫോട്ടോഗ്രാഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ യു ഗെറ്റ് ലോട്ട് ഓഫ് ടൈം ടു ടേക്ക് ദിസ് പിക്ചേഴ്സ് കമ്പയർഡ് ടു ഭരതനാട്യം, കുച്ചിപ്പുടി ആൻഡ് കഥക്. ഇത് ഒരു മോഹിനിയാട്ടത്തിൻ്റെ വേറൊരു ആർട്ടിസ്റ്റിനാണ്, ഫൈൻ ആർട്സ് എടുത്ത ഫോട്ടോ ആണ്. ഇതിൻ്റെ ടൈറ്റിൽ വെയിറ്റിംഗ് ഫോർ മിസ്റ്റർ. ഷീ ഹാഡ് ദ ലുക്ക് വെയിറ്റിംഗ് ഫോർ ഹർ ഹസ്ബൻഡ്, അങ്ങനത്തെ ഒരു ലുക്കായിരുന്നു. ഈ മോഹിനിയാട്ടത്തിൻ്റെ ബ്യൂട്ടിഫുൾ ഡ്രസ്സിങ്ങും ജ്വല്ലറിയും ഇറ്റ്സ് റിയലി quite fascinating for me. From Mohiniyattam we move on to Theyyam. This I took it in the beginning of this year. During ഈ ഫോട്ടോ എടുക്കുന്ന സമയം ഞാൻ ഉണ്ണിയെ മീറ്റ് ചെയ്ത് whole night I did not sleep for this Theyyam. It was an absolutely and wonderful experience, a lifetime experience ആയിരുന്നു. I got some few good photos, but എനിക്ക് തെയ്യത്തിൻ്റെ മെയിൻ ഫയർ വാക്കിംഗ് അങ്ങനത്തെ ഫോട്ടോസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഈ ഒരു പീരീഡിൽ ആഫ്റ്റർ ദി മെയിൻ ഇവൻറ്റ് ദിസ് ബോയ് ഒരു മൈനർ ആർട്ടിസ്റ്റാണ്. ഹി വാസ് ബ്രിങ് ആ ഫയർ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കുന്നത്. അവൻ്റെ ആക്ഷനും അവൻ്റെ ആ ബക്കറ്റ് ഇട്ടിട്ട് വാട്ടർ ഇങ്ങനെ കളയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡ്രമാറ്റിക്. കാര്യം ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. തെയ്യം എനിക്കൊരു പേടിയായിരുന്നു ഇതൊക്കെ, ഈ ഫയറും ഇതൊക്കെ, ബട്ട് ലോട്ട് ഓഫ് സേഫ്റ്റി ഹാസ് ബീൻ ടേക്കൻ. ഈ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്കിൽ ഓഡിയൻസ് കാണാം. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉണ്ണിയുടെ ക്യാമറയിൽ കുറച്ച് വെള്ളമൊക്കെ വീഴുന്നു. സോ ലക്കിലി എൻ്റെ ക്യാമറയിൽ ഒന്നും ആയില്ല. സോ one should be very careful of the audience and of course of gear. So this is from Theyyam. ഇതൊരു
because ISO high ആയിരുന്നു 4500 and 50 mm prime lens ഉപയോഗിച്ചത്. ഇതൊക്കെ നമ്മൾ ഉണ്ണിയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ അഡ്വൈസർ ആയിരുന്നത്. Next we move from Kerala to Andhra Pradesh. This is Kuchipudi, ഒരു ബ്യൂട്ടിഫുൾ ഫാസ്റ്റ് ഡാൻസ് ആണ്. കുച്ചിപ്പുടിയിലെ മെയിൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ അത് they dance on a plate, very intricate, lot of jewelry, and beautiful dressing ആണ്, beautiful actions ആണ് ഇതിലൊക്കെ. this was done at Fine Arts. ഇതൊക്കെ ഓഡിയൻസ് ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു നല്ലൊരു വാൻറ്റേജ് പോയിന്റ് ഇരുന്നിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഇത് കുച്ചിപ്പുടിയാണ്, സെയിം കുച്ചിപ്പുടി. ഇതിന്റെ ടൈറ്റിൽ ക്യാപ്ഷൻ ഇസ് ഷൈ. ഷട്ടർ വാസ് 1 in 1000 and എല്ലാ മാട്രിക്സ് മീറ്ററിംഗ്. ആൻഡ് one of the things about ഈ സ്റ്റേജ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ ചിലപ്പോൾ സ്പോൺസേഴ്സിൻ്റെ ലോഗോ ഒക്കെ കാണും. സോ നമ്മുടെ ഒരു പ്രോപ്പർ പൊസിഷൻ എടുത്തിട്ട് ഫോട്ടോഗ്രാഫി എടുക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ ആ ലോഗോ ഒക്കെ വരും. സോ ആ ഫോട്ടോയുടെ ബ്യൂട്ടിയെ പോവും. So positioning of the photographer, you have to look at the light source, and of course camera settings il nammal ISO kudan nalla sadhyamund. So try to take the photo where there is light and try to reduce the noise which can come. From Kuchipudi we move on to the neighboring state, which is Orissa. Odissi dance from Fine Arts Hall. ഇത് കുറച്ച് ഫാസ്റ്റ് ആക്ഷൻ ഉള്ള ഡാൻസ് ആയിരുന്നു, വെരി ഫാസ്റ്റ്. സോ ദ ഷട്ടർ വാസ് അറൌണ്ട് 1 in 800. ഇതിൻ്റെയൊക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര ഷട്ടർ ഇസ് 1 in 800 ദ ISO ഒക്കെ കൂടിയിട്ടുണ്ട്. ബട്ട് സംഭവം ബിക്കോസ് ഓഫ് ദി അപ്പർച്ചർ നോയ്സ് ഒന്നും അത്ര വന്നില്ല. ഒഡിസി എ ബ്യൂട്ടിഫുൾ ഡാൻസ്, എക്സലൻറ്റ് ഹെഡ് ഗിയർ ഉള്ള ബ്യൂട്ടിഫുൾ ഡ്രസ്സിങ്ങും കളർഫുൾ റെഡ് ആയിട്ടിരുന്ന ഒരു ഡാൻസ് ആണ് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് ഒഡീസ. From Odisha we move on to Uttar Pradesh, the land of Kathak. Kathak ഒരു ബ്യൂട്ടിഫുൾ ഡാൻസ് ആണ്. ഇത് നമ്മളെ ചങ്ങമ്പുഴ ബാക്കി എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ലോട്ട് ഓഫ് സ്മോക്കും അങ്ങനെയായിരുന്നു. ദിസ് ഇസ് ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പെയർ ഓഫ് ഹരി ആൻഡ് ചേതന. അവർ എക്സലൻറ്റ് കഥക് ആർട്ടിസ്റ്റ് ആണ്. സോ അവർ നല്ല കളർഫുൾ ആയിരുന്നു. സോ ഐ ട്രൈ ടു ഗെറ്റ് എ ഫ്രെയിം where everything was symmetrical and both showing the same action. Somehow I was able to get this frame. A smoke, a symmetry, a beautiful expression I was able to capture in this frame. From Kathak we move on to our Bharatanatyam. This is a modern version of Bharatanatyam. ഇത് ഫൈൻ ആർട്സ് ഹോളായിരുന്നു. ഇത് ഒരു ഭരതനാട്യം വിത്ത് ഒരു വെസ്റ്റേൺ ട്വിസ്റ്റ് ആയിരുന്നു. നല്ല ആക്ഷനും നല്ല കോർഡിനേഷനും. ഇതിലെ മെയിൻ ആർട്ടിസ്റ്റ് ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ്. ഹിസ് നെയിം ഇസ് പർശ്വനാഥ് ഉപാധ്യായ. നല്ലൊരു ഡാൻസറാണ്. വെരി എക്സലൻറ്റ് ഡ്രസ്സിങ്ങും കളറും കളർ കോർഡിനേഷൻ ആൻഡ് വെരി ഫാസ്റ്റാണ്. സംഭവം ഇതിനെയും ഷട്ടർ 1 in 320, aperture 4.5, and of course the ISO was on the higher side 2000, but noise is not that much. This is a modern version of the Bharatanatyam. And the last dance slide is a traditional Bharatanatyam. The caption is that it takes 3 to tango. This is a beautiful, well lit, excellent piece ആയിരുന്നു. ഒരു dance ആയിരുന്നു. Very coordinated, color coordinated, beautiful, synchronous ആയിരുന്നു. So somehow I was able to get all 3 in showing the same action in one frame. Thankfully a background logo അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഭാഗ്യത്തിന് വന്നില്ല. And normally I use matrix metering and slight underexpose. From dance we now move on to birds. ഞാൻ എടുത്തിരിക്കുന്ന മെയിൻലി ഈ ബേർഡ് ഫോട്ടോഗ്രാഫ്സ് ഡ്യൂറിങ് ഈ കോവിഡ് പീരീഡിലാണ് കുറച്ചൊക്കെ എടുക്കുമായിരുന്നു. മെയിൻ ഏരിയ ഈസ് HMT. പിന്നെ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിൽ എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ക്ലിനിക്കിൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പേഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എവറി ഡേ ഈസ് എ സൺഡേ. ആ ഒരു സമയം ലോട്ട് ഓഫ് ടൈം ഇൻ ദ ഹാൻഡ്സ്. സോ
രാവിലെ എണീച്ച് കുറച്ച് ഫോട്ടോഗ്രാഫി ചെയ്യും, കുറച്ച് ക്ലിനിക്കിൽ പോകും, ക്ലിനിക്കിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടിയെങ്കിൽ കുറച്ച് ഫോട്ടോഗ്രാഫി ചെയ്യും. So my bird photography somewhat improved during this time thanks to COVID. ഇതൊരു HMT എടുത്ത ഫോട്ടോ ആണ്. This is a photo of two bee eaters. ഇതിന്റെ ക്യാപ്ഷൻ ലൈഫ് ഇസ് എ ബമ്മർ. സോ ഇതൊരു HMT എടുത്ത ഫോട്ടോ ആണ്. അപ്പർച്ചർ വാസ് 7.1. I would like to show the action. അതിൽ ഒരു ബീ ഈറ്ററിന് ഒരു ബട്ടർഫ്ലൈ ഇരിക്കണം, ആൻഡ് ഇറ്റ് ഇസ് ഡസ്റ്റിംഗ് ദി ബട്ടർഫ്ലൈ ഓഫ്, ഷോയിങ് ദി കംപ്ലീറ്റ് ഡസ്റ്റ് ഒക്കെ കാണാം. ദി അതർ ബീ ഈറ്റർ ഈസ് ലുക്കിംഗ്, അൺഫോർച്ചുനേറ്റ്ലി ലുക്കിംഗ്. അതിനൊരു ഭാഗ്യം കിട്ടിയില്ല. രണ്ടുപേരും ഫൈറ്റ് ചെയ്തായിരുന്നു, ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല. സോ ഇതിൻ്റെയൊക്കെ സെറ്റിംഗ് 7.1 അപ്പർച്ചർ ആൻഡ് ഷട്ടർ 1/4000. ആസ് എ സെഡ് ഇതെല്ലാം മാട്രിക്സ് മീറ്റർ ആണ്. This is bee eater, is a very colorful bird, lot of actions കിട്ടുന്ന ഫോട്ടോ ആണ്. Somehow I was able to get this very nice picture. Next is also in the last picture they were not sharing. In this picture this bee eaters are sharing. These two bee eaters are sharing, ഒരു bee share ചെയ്യുന്നുണ്ട്. ആ മൂന്നാമത്തെ ബിയർ ഇങ്ങനെ just looking at the what is happening. So is the caption sharing is caring. Aperture 7.1, and then because the light is not great, I try to not increase the shutter very much. 1/500 to 1/800. If the light is good, I go up to 1/800 or to 1/1000. So that even with that, ISO has become 2800. Okay, light is a crucial factor. This is the another one of ഇതൊരു ഗ്രീൻ ബീ ഈറ്റേഴ്സിന്റെ mating picture ആണ്. So they were doing all sorts of activities. ഇതൊരു നല്ലൊരു ഫ്രെയിമിൽ കിട്ടി. You can see the pain in the female's eye. So the caption is be gentle. You can see in spite of shutters 1/500, ISO കുറച്ച് കൂടിയിട്ടുണ്ട്, but the light was quite bad. This is the last picture about the bee eaters. From bee eaters we move on to ഇത് എൻ്റെ വീട്ടിൽ നിന്നെടുത്ത പിക്ചറാണ്. സൺബേൺ. എൻ്റെ വീട്ടിലെ ബാക്കിൽ ഒരു കാട് പോലെ സ്ഥലമാണ്. അവിടെ കുറച്ച് തെറ്റി ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളതാണ്. അവിടെ ലൈറ്റേ ഇല്ല. അതിൻ്റെ ബാക്കിൽ ഒരു വെൽ ലിറ്റ് ഏരിയ, ഒരു ടെറസ് ഉണ്ട്. അവിടെ നല്ല ലൈറ്റ് ഉള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് കോക്കനട്ട് ട്രീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ കോക്കനട്ട് ട്രീയിൽ ഈ ബേർഡ് കയറി വന്നു. സോ ഇതിൻ്റെയൊക്കെ ഈ ബേർഡ് വാസ് സിറ്റിംഗ് ഇൻ ദ തിങ്, ആൻഡ് ഐ ഗോട്ട് 4 or 5 pictures. ഒരു നല്ല ഫ്രെയിമിൽ കിട്ടി. ഷട്ടർ വാസ് ബീങ് എ വെരി ആക്റ്റീവ് ബേർഡ്. ഷട്ടർ വാസ് 1/4000. എക്സ്പോഷർ കോമ്പൻസേഷൻ 1.3 ഇട്ടിട്ടുണ്ടായിരുന്നു, ആൻഡ് ഐ ഡിഡ് മാട്രിക്സ് മീറ്ററിങ്. സോ ഇത് നല്ലൊരു പ്ലസ് എക്സ്പോഷർ കോമ്പൻസേഷൻ വാസ് പ്ലസ് 1.3. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് പിക്ചർ ദി സെയിം ബേർഡ് എൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിൽ നിർത്തും. അവിടെ ലൈറ്റേ ഇല്ല. സോ അവിടെ ആണെങ്കിൽ നല്ല ഡാർക്കാണ്. സോ അവിടെ നമ്മൾ ഷട്ടർ ഹാഡ് ടു ഡിക്രീസ് ഷട്ടർ ടു 1/600. ഈ നല്ല ഈ പർപ്പിൾ സൺബേർഡ് നല്ല ഒരു ആക്ഷനിൽ തെറ്റി ഫ്ലവർ ലാൻഡിങ് ഫോട്ടോ ആയിരുന്നു. സോ ഇതിൻ്റെ ക്യാപ്ഷൻ ലാൻഡിങ് ടൈം അറ്റ് തെറ്റി എയർപോർട്ട് കാക്കനാട്. ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ബാക്കി എടുത്ത ഫോട്ടോസാണ്. നെക്സ്റ്റ് ഈസ് ഇത് HMT എടുത്ത ഫോട്ടോ ആയിരുന്നു. ഇത് നമ്മളെ പ്രീനിയയുടെ ഫോട്ടോ ആണ്. ഇത് മോർണിംഗ് ടൈം ഒരു 6:37 എടുത്ത ഫോട്ടോ ആണ്. നല്ല ലൈറ്റ് ആയിരുന്നു. സോ ഇതിൻ്റെ ഈ ഒരു ഫോട്ടോ നല്ല ഒരു വെർട്ടിക്കൽ പോസിൽ നിൽക്കുന്നത് ഒരു ആൻഡ് ദർ വാസ് ബ്യൂട്ടിഫുൾ ലൈറ്റ്. ഒരു ബാക്ക് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫ് ദി ലീവ്സ് ആസ് വെൽ ആസ് ദി ബേർഡ്, ആൻഡ് ദി ബേർഡ് വാസ് ലുക്കിംഗ്. ഇത് നമ്മൾ ഇതിൽ കുറച്ച് സിൻസ് ബീങ് എ സ്മോൾ ബേർഡ് കുറച്ച് ഷട്ടർ 1/800 ഇട്ടിട്ടുണ്ടായിരുന്നു, ആൻഡ് എക്സ്പോഷർ കോമ്പൻസേഷൻ മൈനസിലായിരുന്നു. ദിസ് ക്യാപ്ഷൻ ഇസ് സൂര്യ നമസ്കാര ഓഫ് ദി പ്രീനിയ. ഇത് എൻ്റെ ക്ലിനിക്കിനെ എടുത്ത ഫോട്ടോ ആയിരുന്നു. നിയർ മൈ ക്ലിനിക് നമ്മൾ പേഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്നും കറങ്ങാനൊക്കെ പോകും. സോ ഐ ഹാപ്പൻ ടു സീ ദിസ്. ഇതിൻ്റെ ക്ലിനിക്കിനടുത്ത് ഒരു കോക്കനട്ട് ട്രീയിൽ ഈ പാരക്കീറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പോസ്റ്ററിനെ കണ്ടായിരുന്നു. സോ ആൻഡ് സംഭവം എൻ്റെ ഭാഗത്ത് നിന്ന് ക്യാമറ ഉണ്ടായിരുന്നു.
So ഇതിലൊരു lighting was not great. So നമ്മളെ shutter നല്ലതായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു 1:160. Somehow I was able to get this picture with that low shutter because the bird was not moving very much. So here the caption we love to home. Next day again I went to that same place and I was surprised to see ആ bird നമ്മൾ parakeets ഒക്കെ ഔട്ടായി ഈ നമ്മളെ മൈന എൻക്രോച്ച് ചെയ്ത് ആ സെയിം സ്ഥലത്തിൽ അവർ അകത്ത് കയറി. സോ ദിസ് വാസ് വെരി യുണീക്ക്. ഞാൻ കുറച്ച് വായിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് ദിസ് മൈന ഹാസ് ദി ഹാബിറ്റ് ഓഫ് ഓക്യുപ്പൈങ് അതർ പീപ്പിൾസ് ഹൗസ്. സോ ഇതിൻ്റെ ക്യാപ്ഷൻ എൻക്രോച്ചസ് ആയിരുന്നു. ഇതിൻ്റെ ഷട്ടർ 1:800 ആൻഡ് ആസ് ഐ സെഡ് ബിഫോർ ഇതൊക്കെ ഒരു മാട്രിക്സ് മീറ്റിംഗിൻ്റെ അടുത്ത ഫോട്ടോ ആണ്. ഇത് തട്ടക്കാട് എടുത്ത ഫോട്ടോ ആയിരുന്നു. നമ്മളെ ദ ഐക്കോണിക് മലബാർ ഡ്രാഗൺ ഫീമെയിലിൻ്റെ ഫോട്ടോ ആണ്. ഇതിൻ്റെ ക്യാപ്ഷൻ ഹലോ ആർ യു കമ്മിങ്. ഇത് സിൻസ് ലൈറ്റ് വാസ് വെരി ലോ, എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് അറിഞ്ഞത്, ഷട്ടർ 1:30 ആയിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ദറ്റ് ഇത്ര ISO 1:6 ലൈറ്റ് ഇല്ലായിരുന്നു. 1:6 ISO 1600 ISO ആയിരുന്നു. ആൻഡ് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ദിസ് ബേർഡ് ലുക്കിംഗ് ഔട്ട് as if it is asking whether the husband, the male, is coming or not. This is the Malabar dragon, the iconic bird of Tattekad. This last we went to Ranganthittu. It's a great place. Spotbill pelican. It is the main center. You see a lot of action photos. This bird going out into the waters to get the twig for building the nest. And നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലമാണ്. ബാക്ക് ലൈറ്റിംഗ്, റിം ലൈറ്റിംഗ് എല്ലാം അവിടെ കാണാൻ പറ്റും. ഇറ്റ്സ് എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ്. ലോട്ട് ഓഫ് ആക്ഷൻ ഫോട്ടോഗ്രാഫിക്ക് നല്ല ഫ്ലൈറ്റ് ഫോട്ടോസും ഇങ്ങനെ. ദിസ് ഇസ് ദ സ്പോട്ട്ബിൽ പെലിക്കൻ. ഇങ്ങനെ ഒരു യുണീക്ക് ആക്ഷനിൽ പിക്കിംഗ് എ ട്വിഗ് ഫ്രം ദി വാട്ടർ. ട്വിഗ് പിക്ക് ചെയ്ത് then it will just fly to build a nest. So either in this photo the shutter has been put to 1:4000 because there's very good light. So the exposure പറ്റി worry ചെയ്യണ്ട. Even the ISO was not very high. ഇതൊക്കെ എൻ്റെ കൂടെ ജോൺ ഉണ്ടായിരുന്നു. ജോണിൻ്റെ അഡ്വൈസ് കൊണ്ട് ഞാൻ സെൻട്രൽ വെയിറ്റ് മീറ്ററിങ് ചെയ്തായിരുന്നു. ഐ തിങ്ക് ദാറ്റ് മേഡ് എ യുണീക്ക് ഡിഫറൻസ് ബിക്കോസ് ഇതൊരു സെൻട്രൽ ഇരുന്ന ഒരു ബേർഡായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദ സെൻട്രൽ weight metering helped in this picture. Normally I use matrix metering, but for this picture I use center weight metering. ഇതൊക്കെ എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. നെക്സ്റ്റ് 2 ഫോട്ടോസ്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ബേർഡ്സ് വരും. ഇത് നമ്മളുടെ വൈറ്റ് ട്രംപ് മുനിയാണ്. ആ ബ്യൂട്ടിഫുൾ ഹെലിക്കോണർ ഫ്ലവറിൽ they were just as if they are discussing some serious issues. So the caption is serious COVID discussion going on. Since the lighting was not great, ഇതിൻ്റെയൊക്കെ issue എന്ന് പറഞ്ഞാൽ shutter has to be kept very low to give in as much light as possible. In spite of this, ISO was on the higher side, 2500. And D500 is not a full frame camera, so noise. But luckily not much of a noise in this picture. This is white scaly breasted alla. This is white trumped miniയാണ് having a serious discussion. Next is the scaly breasted minia. A same plant liver. All these minias come. The scaly breasted vararundi, white trumped vararundi, or angotu ingotu turns edukkum. So this time this was the turn of the scaly breasted. And you can see the shutter was quite low, and the caption for this is called climbing Mount Everest. And this is Bangalore at the photo. This is the white-throated fantail, a beautiful bird. Somehow I was able to get the picture when the fan was fully spread, and there's a bonus side reflection on kitty. The settings for this was the shutter was 1:400, ISO 800, matrix metering. This is a beautiful reflection. If there is water, we should always try to get a
try to get the reflection. That was the aim, and somehow എനിക്ക് reflection കിട്ടി, wing spread കിട്ടി. Next is the bird from the famous bird from Ranganthittu, the spot-billed pelican ആണ്. Now the spot-billed pelican and twig എടുത്തിട്ട് with the twig it is now flying. The fly shot ആണ്. The shutter was on the higher side, 106,400, but still the ISO is not very high. You can see നമ്മൾ ആ ബേർഡിന്റെ ബീക്കിൽ ആ ട്വിഗ് കാണാം, സ്പോട്ട് ബിൽ പെലിക്കൻ. ഇത് എൻ്റെ ഒരു ലാസ്റ്റ് സ്ലൈഡാണ്. ദിസ് ഈസ് ഫ്രം അവർ പുതിയ വൈബ്. നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ടൈം ലാസ്റ്റ് ഇയർ എടുത്ത ഫോട്ടോ ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ദിസ് ഇയർ ദോസ് ബേർഡ്സ് വിൽ കം. ഇത് ഒരു ഹെഗ്ലിൻ ഗള്ളാണ്. ഗുഡ് വിങ് സ്പ്രെഡ്, വെരി കളർഫുൾ വിങ് സ്പ്രെഡ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ദി സ്കൈ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഷ്യൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമായിരുന്നു. ആൻഡ് ഗുഡ് നല്ലൊരു വിങ് സ്പ്രെഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു. സോ somehow I was able to get, and as I said, the shutter was on the higher side, 1 in 2500. ISO was not very high, 250. Anyway, this is my last slide. Thank you very much, Crazy Photographers Club, for this giving me a chance. It has been a lot of things I learned from this group. Unlike other groups, it is an active group. A lot of input we get into the photographs, lot of different types of photography, different genre of photography. I hope you do more of these activities. Thank you very much, and good night.